വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്. ഇന്നത്തെ എക്സ്പെരിമെൻറ്റ് കടയിൽ നിന്ന് വാങ്ങുന്ന ഐസ്ക്രീമിൻ്റെ രുചിയിലും ടെക്സ്ചറിലും ഐസ്ക്രീം വീട്ടിലുണ്ടാക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. 1 കപ്പ് പാലിൽ നിന്നാണ് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ബാക്കി പാല് നമുക്കൊരു പാനിലേക്ക് ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽട്ടാവട്ടെ. പഞ്ചസാരയൊക്കെ നന്നായി മെൽട്ടായിട്ടുണ്ട്. ഇനി ഇത് നന്നായി തിളക്കുന്ന സമയത്ത് കോൺഫ്ലവർ മിക്സ് ചെയ്ത് കൊടുത്ത് കൈവിടാതെ ഇളക്കി കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തതിന് ശേഷം കട്ട പിടിക്കാതിരിക്കാൻ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഒരു വിസ്ക് കൊണ്ട് ഇളക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ 3/4 കപ്പ് ഫ്രിഡ്ജിൽ വെച്ച ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സ് ഒഴിച്ചു കൊടുക്കാം. കോൺഫ്ലവർ മിക്സ് തണുത്തതിന് ശേഷം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഫ്രഷ് ക്രീമിന് പകരം വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചും ചെയ്യാവുന്നതാണ്. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വയ്ക്കാം. ഞാനിപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ബീറ്റ് ചെയ്യാൻ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇത് ഒരു 5 മിനിറ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വിപ്പ്ഡ് ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. വിപ്പ്ഡ് ക്രീം ചേർത്തതിന് ശേഷം നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ ഒരു 6 അവേഴ്സോ 9 അവേഴ്സോ ഫ്രീസറിൽ വെക്കാവുന്നതാണ്. കുട്ടികൾക്ക് വേണ്ടി ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രീസറിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. പുറത്തൊക്കെ പോയി ഐസ്ക്രീം കഴിക്കാൻ കഴിയാത്ത സന്ദർഭത്തിൽ നമുക്ക് കുട്ടികൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഐസ്ക്രീമാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. ഇതിന് ടേസ്റ്റിനൊന്നും ഒരു കുറവുമില്ല, ടേസ്റ്റൊക്കെ നന്നായിട്ടുണ്ട്. പക്ഷേ ഇത് പെട്ടെന്ന് മെൽട്ടായി പോകുന്നുണ്ട്. അതിന് കാരണം കടയിൽ നിന്നൊക്കെ ഐസ്ക്രീം തയ്യാറാക്കുമ്പോൾ CMC പൗഡറും CMS പൗഡറൊക്കെ ചേർത്താണ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ അത് ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് മെൽട്ടായി പോകുന്നത്. എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക.
ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക.